ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോ ഉള്ളത് നമ്മുടെ പഴയ കുതിരാൻ അമ്പലത്തിന്റെ വഴിയിലാണ് കേട്ടോ. ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോ വളരെയധികം ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. കാരണം ഇപ്പൊ ഈ വഴിയില് ഒരു ഈച്ച കുഞ്ഞിനെ പോലും കാണാനില്ല ഈ വഴിയില്. കാരണം ഈ വഴിയിലൂടെ ഇവിടുത്തെ സമീപവാസികൾ പറയണു ഒരുപാട് വന്യജീവികൾ കാട്ടാനടക്കം ഇറങ്ങുന്ന ഒരു വഴിയായി മാറിയെന്നുള്ളതാണ്. ഇപ്പൊ ഞാനിവിടെ നിൽക്കുമ്പോ ആരുമില്ല, നമുക്ക് പേടി തോന്നുന്നുണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കാൻ. പഴയ കാലത്തൊക്കെ നമ്മൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എത്രയും തിരക്ക് പിടിച്ച വഴിയായിരുന്നു, ഒരുപാട് വാഹനങ്ങള്. പിന്നെ അതുമല്ല, ഇതുകൂടെ ഒന്ന് കടന്നു പോകണമെങ്കിൽ എത്രയും മണിക്കൂറുകൾ എടുക്കും നമ്മള്. തൃശ്ശൂരിൽ നിന്ന് ഇപ്പൊ പാലക്കാട് പോകണമെങ്കിലും പാലക്കാട് നിന്ന് ഇങ്ങോട്ട് തിരിച്ച് തൃശ്ശൂർ വരികയാണെങ്കിലും എത്രയോ മണിക്കൂറുകൾ. കാരണം ഒരുപാട് ആക്സിഡന്റുകളിലൂടെ കാണാൻ സാധിക്കും നമുക്ക്. വലിയ വലിയ വണ്ടികൾ കൂട്ടിയിടിക്കുക, അതോടൊപ്പം തന്നെ ടയർ ഉരി പോവുക, ബ്രേക്ക് ഡൗൺ ആവുക, അങ്ങനെ ഒരുപാട് മണിക്കൂറുകളോളം നിന്നിട്ടാണ് നമ്മൾ ഈ കുതിരാൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇന്നിപ്പോ ഈ വഴി വളരെ വിജനമാണ്, ഒരാളെ കാണാനില്ല. പഴയ കാലം നമുക്ക് ഓർമ്മ വരുന്നു, നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കണപ്പോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരാനിലൂടെ പോകുമ്പോ എത്ര തിരക്കുണ്ടെങ്കിലും യാത്ര ചെയ്ത് പോകണ്ടെങ്കിലും നമ്മൾ അമ്പലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാറുണ്ട് പലരും. ഞാൻ നോക്കാറുണ്ട്. പിന്നെ വിശ്വാസികളായിട്ടുള്ള ആളുകള് വാഹനം നിർത്തി പലരും 1 രൂപയോ അല്ലെങ്കിൽ പല തുട്ട് നാണയങ്ങള് അമ്പലത്തിലേക്ക് വഴിപാടായി ഇടാറുണ്ട്. അതും നമ്മൾ കാണാറുണ്ട്. അങ്ങനെ സുന്ദരമായ രസകരമായ ഒരുപാട് കാഴ്ചകൾ ഉറങ്ങുന്ന ഒരുപാട് കാഴ്ചകൾ അല്ലെങ്കിൽ രസകരമായ അനുഭവങ്ങളുള്ള ഒരു റോട്ടിൽ കൂടിയാണ് ഞാനിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് പറയാം, ഒരാളെ പോലും ഈ റോട്ടിൽ കാണാനില്ല. ഇവിടെ നിൽക്കുമ്പോ ചെറിയൊരു പേടി തോന്നുന്നുണ്ട്, വല്ല വന്യജീവികൾ ഓടി വന്ന നമ്മുടെ കാര്യം കെട്ടപോകയാണ്. അപ്പോ ഇന്ന് നമ്മള് കുതിരാൻ അമ്പലത്തിന്റെ ആ വഴിയിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വഴിയും അവിടുത്തെ കുറച്ച് കാഴ്ചകളും അമ്പലവും അമ്പലത്തിന്റെ കുറച്ച് കാഴ്ചകളും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ പുതുതായി കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഉദയാസ്തമയങ്ങൾ ഏഴിമലയിലും ഉദയാസ്തമയങ്ങൾ നിറമാല ചാട്ടുന്നു. അയ്യപ്പനും ശരണം, അയ്യനെന്നും ശരണം, സ്വാമിയപ്പ ശരണമപ്പ, പമ്പാവാസ ശരണമപ്പ. ഇവിടെപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് ആന കടക്കാതിരിക്കാൻ വേണ്ടി ഇലക്ട്രിക് വേലി വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുതിരാൻ ശ്രീധർമ്മ ക്ഷേത്രത്തിന്റെ ആ ഒരു ബോർഡാണ്. പഴയ കാലത്ത് നമ്മൾ ഈ വഴിയിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ഒരു ബോർഡ് കാണും. അമ്പലത്തിന്റെ മുന്നിലെത്തി കഴിഞ്ഞാൽ അമ്പലത്തിന്റെ മുന്നിൽ നിന്നൊരു പ്രാർത്ഥനയുണ്ട്. അതൊക്കെ വളരെയധികം നല്ല ഓർമ്മകൾ നമുക്കിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്. ആ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിലൂടെ നമ്മൾ ഒരുപാട് വിഗ്രഹങ്ങൾ കാണാൻ സാധിക്കും. ഈ വിഗ്രഹത്തിന്റെ മുന്നിലാണ് പലരും കുതിരാൻ വഴി പാസ് ചെയ്യുമ്പോൾ 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന സ്ഥലം. ഇവിടെ നമുക്കൊരു ശിവന്റെ രൂപം കാണാൻ പറ്റും. വഴിയിൽ പോകുന്ന ആളുകളെ ശിവൻ അനുഗ്രഹിച്ച് നിൽക്കുന്നൊരു പ്രതിമയാണ് ഇവിടെ കാണാൻ സാധിക്കുക. തൊട്ടപ്പുറത്ത് അയ്യപ്പന്റെ വലിയൊരു ഈ അമ്പലത്തിന് ചുറ്റും നിരവധി കുരങ്ങുകളെ കാണാൻ സാധിക്കും. നമുക്ക് കണ്ടമാനം കുരങ്ങുകളുണ്ട്. അവരിപ്പോ നമ്മളെ കണ്ടപ്പോ വളരെ അലർട്ടായിട്ട് നോക്കുന്നുണ്ട്. ഉപദ്രവിക്കാൻ വന്നാണോ പിടിച്ചോണ്ടോ വന്നാണോ ഒന്നും അറിയില്ല. അമ്പലത്തിലേക്ക് കയറുന്ന സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇത്രയും സ്റ്റെപ്പുകൾ കടന്നിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക്
കയറ്. അമ്പലത്തിലേക്ക് കടന്നു പോകുന്ന കോണിപ്പടികളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുരങ്ങന്മാരൂടെ ഓടി നടക്കുന്നുണ്ട്. അവര് നമ്മളെ ഉപദ്രവിക്കോ എന്നറിയില്ല. അമ്പലത്തിലേക്ക് കയറുന്ന ഒരു സ്റ്റെപ്പിലൂടെയാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടേ 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 കുരങ്ങന്മാര് നമ്മള് ഒരു കുരങ്ങൻ കുട്ടികൾ നമ്മളെ പേടിപ്പിക്കാണ്. ഒരു വായ തുറന്ന് കടിക്കാനുള്ള സെറ്റപ്പിലേക്ക് നിൽക്കണം. കാര്യം ഉപദ്രവിക്കില്ലായിരിക്കും, പക്ഷെ അവരെ കാണുമ്പോൾ നമുക്ക് പേടിയാവുക. ചിലപ്പോ നേരത്തെ ചാടി കഴിഞ്ഞ സീനാവി. അമ്പലത്തിന്റെ മുകളിൽ നിന്നും നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ആൽമരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. റോഡിലേക്ക് വേരുകൾ ഇറങ്ങി നിൽക്കുന്ന ആൽമരങ്ങൾ. പിന്നെ അമ്പലത്തിന്റെ മുന്നിൽ തന്നെ വലിയൊരു ഫോറസ്റ്റ് കാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വന്യമൃഗങ്ങളും അതുപോലെ തന്നെ കുരങ്ങന്മാരൊക്കെ ഇവിടെ ഓടി നടക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു സന്ധ്യ സമയത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. അമ്പലത്തിലേക്ക് കടന്നു വരുന്നൊരു കവാടത്തിന്റെ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ട് അമ്പലത്തിൽ വരാറുണ്ടോ? ശബരിമല പോയിട്ട് അത് ശരി. ഇവിടെ നിന്നാണോ കേട്ട് നിറച്ച് പോയത്? അത് ശരി. അപ്പൊ എന്താ പേര് ചേട്ടൻ്റെ? ചേട്ടൻ്റെ? ശരി ശരി, നമ്മുടെ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫോട്ടോഗ്രാഫി അനുവദനീയമാണോ എന്നറിയില്ല. ആരെങ്കിലും വിലക്കി കഴിഞ്ഞാൽ ഫോട്ടോ അവിടെ വെച്ച് നിർത്തേണ്ടി വരും. അപ്പോ ആ ഒരു ഏരിയ നമുക്ക് കാണാം. കുരങ്ങൻ കുട്ടികൾ ഓടി നടക്കണു. ഗോസായി യോഗീശ്വരന്റെ പ്രതിമയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ വിളക്ക് വെച്ച് വിഗ്രഹത്തിന് ഒരു മാലയൊക്കെ ഇട്ട് പൂക്കളിട്ട് വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണത്. ഇപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മരക്ഷസന്റെയും ഭുവനേശ്വരിയുടെയും പ്രതിഷ്ഠകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിളക്ക് വെച്ച് സന്ധ്യ നേരത്ത് വിളക്ക് വെച്ചിട്ടിപ്പോ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിന്റെ ഉള്ളിലെ വഴിപാട് കൗണ്ടറാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര നാളായി ഇവിടെ? 10-15 വർഷമായിട്ടില്ല. ആളുകളൊക്കെ വരുന്നുണ്ടോ അമ്പലത്തിലേക്ക്? പഴയ ശനി ഞായർ നല്ല തിരക്കുണ്ടല്ലേ? പഴയ ഭക്തർ ഇപ്പോഴും വരുന്നുണ്ടല്ലേ? അത് ശരി. ശരി കേട്ടോ, ശരി. അമ്പലത്തിന്റെ മുന്നിലത്തെ ഏരിയയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
എന്താ അമ്മയുടെ പേര്? നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലേ? എല്ലാ നല്ല ദിവസങ്ങളിലും ഞങ്ങളുടെ മക്കളുടെ കാര്യം പറഞ്ഞൊക്കെയാണ് വന്നിവിടെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടോ? നടക്കാറൊക്കെ ഉണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്ത് കേൾക്കുന്നതാണ്. വിജയലക്ഷ്മി. സ്ഥിരമായിട്ട് ഇവിടെ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ആദ്യമായിട്ടാണ് വരുന്നത്. ഇതില് പാലക്കാട്ടേക്കൊക്കെ പോകുമ്പോ ധാരാളം കാർന്ന് ഇങ്ങനെ ഇറങ്ങി പൈസ താഴെ ഇടുക എന്നല്ലാണ്ട് ഇവിടെ കയറി തൊഴുതിട്ടില്ല. അപ്പൊ 2-3 ദിവസമായി ഇങ്ങനെ വരണം വല്ലാണ്ട് മനസ്സിൽ ഇങ്ങനെ തോന്നി തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നതാ. തൃശ്ശൂരാണ്. ഇത്രയും തിരക്ക് പിടിച്ച് നമ്മൾ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അതെ. അന്ന് പല വിശ്വാസികളായിട്ടുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഒരു തുട്ട് നാണയം ഇവിടെ ഈ അമ്പലത്തിൽ ഇടാനും 1 മിനിറ്റ് പ്രാർത്ഥിക്കാനും ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടെത്തി. കാരണം ഒരു നിമിഷം പോലും സമയം കിട്ടില്ല ഇവിടെ. കാരണം വണ്ടികളിൽ അത്രയും തിരക്കാണ് നമുക്ക്. കോട്ടയത്ത് ഇവിടെ ഇങ്ങനെ തൊഴാൻ വേണ്ടി വന്നതാണോ? ഞങ്ങള് വൈഫ് ആലത്തൂരിനടുത്ത് തോലന്നൂർ എന്നൊരു സ്ഥലമില്ലേ, അവിടേക്ക് ട്രാൻസ്ഫർ ആയി സ്കൂളിലെ ടീച്ചറാണ്. അപ്പൊ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടു. ഞങ്ങള് പണ്ട് ഈ വഴിക്ക് പോയിട്ടുണ്ട്. അന്ന് ഇങ്ങനെ ക്ഷേത്രം കണ്ടിട്ടുണ്ട് പല സൈഡിലായിട്ട്. അത് ഇവിടെ ആയിരുന്നു. പിന്നീട് ശേഷം വന്നപ്പോൾ അറിഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അന്നത് ഭയങ്കര തിരക്കുള്ള റോഡായിരുന്നല്ലോ കുതിരാൻ. ധാരാളം പൈസ അങ്ങനെ എറിയ ആൾക്കാര് എറിഞ്ഞെറിഞ്ഞ് പോവുക. അതെ, ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൊറേ കഴിഞ്ഞ് മനസ്സിന് വിഷമായിട്ട് നിർത്തിയിട്ട് പിന്നെ കുറഞ്ഞ ചോട്ടിലെ ഭണ്ണാരത്തിലിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് കയറാനുള്ള നേരം കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്നിപ്പോ അങ്ങനെ അതിനായിട്ട് ഇന്ന് വന്നതാണ്. നല്ലൊരു ഐശ്വര്യവും ശാന്തതയും നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ നല്ലൊരു എനർജി ഉണ്ട്. പ്രത്യേകിച്ച് കാട്ടിനുള്ളിൽ ആവുമ്പോഴേ എപ്പോഴും അങ്ങനത്തെ ഒരു ക്ഷേത്രങ്ങൾക്ക് എനർജി കൂടും എന്നാണ് പറയുക. വളരെ ശാന്തമായ ഒരു പ്രദേശത്താണല്ലോ.
അമ്പലത്തിലെ പ്രാർത്ഥനയും കാഴ്ചകളും കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ നേരെ കണ്ടത് പ്രകൃതിയുടെ ഒരു നീരുറവ. കുറച്ചു നേരം ആ സുന്ദരമായ കാഴ്ചകൾ കണ്ട് നേരെ ഒരു മടക്കം. ഇത്രയും നേരം ഈ വീഡിയോ മുഴുവനായി കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.